പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ തെരുവ് നായ ശല്യം രൂക്ഷമെന്ന് പരാതി. ആളുകളെ ആക്രമിക്കുന്നതും വാഹനങ്ങൾക്ക് കുറുകെ ചാടി അപകടങ്ങൾ ഉണ്ടാവുന്നതും തുടർക്കഥയായി മാറിയിരിക്കുകയാണെന്ന് ജനങ്ങൾ പറയുന്നു. നിരവധി തവണ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. അകത്തേത്തറ പഞ്ചായത്തിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ കാഴ്ച ഇതാണ്. പ്രധാന പാതകളിലും ജംഗ്ഷനുകളിലുമെല്ലാം കൂട്ടമായി നിൽക്കുന്ന തെരുവുനായകൾ. നിരവധി ആളുകൾക്കാണ് പഞ്ചായത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. നായ കുറുകെ ചാടി വാഹനങ്ങൾ മറിഞ്ഞ് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അകത്തേത്തറ പഞ്ചായത്തിൽ ഈ നായക്കളെ പിടിക്കുക, വഞ്ചീകരണം നടത്തുക, എങ്ങനെയുള്ള ഒരു പരിപാടിയും ഇതുവരെയായിട്ട് നടത്തിയതായിട്ട് നമുക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഈ കള്ളുസാപ്പിൻ്റെ അധീനെ ഉള്ള ഒരു നായക്കൾ ഇതിൻ്റെ ഒരു ബോർഡറാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നായക്കൾ വരുന്ന സമയത്ത് ടൂ വീലറോ ഓട്ടോവോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ചാടുക, മറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു വണ്ടി മറയാനുള്ള കാരണം നായ കുറുക്ക ചാടി മറിഞ്ഞുകയും ചെയ്തു. എനിക്കൊന്നും പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് ഒരു കുറേ പൈസ ചിലവായി. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട് അകത്തേത്തറ പഞ്ചായത്തിൽ. രാത്രിയും പകലും ഒന്നിനും ഒരു രക്ഷയില്ല. സൈക്കിൾ പോണവർക്കും ബൈക്കിൽ പോണവർക്കും ഒക്കെ ഇത് തന്നെ പണി. നായ കടിച്ച് ആൾ പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടൊന്നും ഒരു ആക്ഷനും ഇല്ല. തെരുവുനായ്ക്കൾ ഇഷ്ടംമാരിയുണ്ട്. അത് ഈ കുറുകെ ചാടും, വണ്ടി സ്കിഡാവും, മഴക്കാലമാകുമ്പോൾ വണ്ടി സ്കിഡാവും. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് കുറേ ഉണ്ട്. കുട്ടികൾക്കും വയസ്സായവർക്കും നടക്കാനൊന്നും പോകാനും വരാനൊന്നും പറ്റുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് പല പരാതികൾ നമ്മൾ പറഞ്ഞു. നല്ല ഇന്ന് കുറച്ചായിട്ട് അതിന് ABC പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട് പറയേണ്ടത്. അത് ഇന്ന് വരെ എത്രമാത്രം അത് ഇവിടെ വന്നു, അത് എത്രമാത്രം അത് പ്രാബല്യത്തിൽ വന്നു എന്നൊന്നും നമുക്കതിനെ പറ്റി അത്ര ഒരു ഇത് കാണുന്നില്ല ഒന്നും. ഇപ്പോൾ ഈ കള്ളുസാപ്പിൻ്റെ അധീനെ ഉള്ള ഒരു നായക്കൾ ഇതിൻ്റെ ഒരു ബോർഡറാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നായക്കൾ വരുന്ന സമയത്ത് ടൂ വീലറോ ഓട്ടോവോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ചാടുക, മറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു വണ്ടി മറയാനുള്ള കാരണം നായ കുറുക്ക ചാടി മറിഞ്ഞുകയും ചെയ്തു. എനിക്കൊന്നും പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് ഒരു കുറേ പൈസ ചിലവായി. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട് അകത്തേത്തറ പഞ്ചായത്തിൽ. കാൽനട യാത്രക്കാർക്കാണെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിലും ഒന്നും പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയാണ്. ബൈക്കുകളിൽ പോകാൻ തീരെ വഴിയില്ലാതിരിക്കുകയാണ്. രാത്രി സമയങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സമയങ്ങളാണെങ്കിൽ ഈ സാധനങ്ങൾ 4-5 എണ്ണം വന്നിട്ട് ഒന്നിച്ച് ചാടി വണ്ടിയുടെ മുകളിൽ ചാടുകയാണ്. കടിക്കാനും വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കാറുകളുടെ പിന്നാലെയും പോകുന്നത്. കുട്ടികൾക്ക് ട്യൂഷനൊന്നും സ്കൂളിൽ ഇപ്പോൾ എൻ്റെ മക്കളെ 2 പേരും ഞാൻ ട്യൂഷൻ കൊണ്ട് വിട്ടിട്ട് വരികയാണ്. എന്താ കാര്യം പറഞ്ഞാൽ അവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. 5 വീട് അപ്പുറത്താണ് എൻ്റെ ട്യൂഷൻ ക്ലാസ്. അവിടെ കൊണ്ട് വിടാൻ അവർ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒരു ആൾക്കാരൊക്കെ പോകുമ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഞങ്ങൾ പോവാറ്. എപ്പോഴും അങ്ങനെയാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ബൈക്കിൽ അങ്ങനെ പോകും. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ പറയുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ബോർഡിലടക്കം നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനമില്ല. കാരണം നിങ്ങൾ എന്നെ ഇപ്പം നേരിട്ട് കണ്ടു. ജനങ്ങൾക്ക്, ഒരു സാധാരണ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, വയസ്സായ വൃദ്ധന്മാർക്ക് ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഈ തെരുവുനായ്ക്കളെ കൊണ്ട് അകത്തേത്തറ പഞ്ചായത്ത് അത്രയധികം ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് ABC പ്രോജക്റ്റ് 2 വർഷമായിട്ട് ഒരു പ്രൊജക്റ്റ് പോലും 2 വർഷമായിട്ട് വെക്കാത്തൊരു പഞ്ചായത്താണ്. കാരണം അതിന് മുന്നൊക്കെ ഒരു 3.5 ലക്ഷം രൂപയടക്കം പഞ്ചായത്തിൽ പ്രൊജക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത 2 വർഷമായിട്ട് പ്രൊജക്റ്റ് വെച്ചിട്ടില്ല. അത് കാരണം വന്ധീകരണ പരിപാടി കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇത് ജനങ്ങൾ മെമ്പർ എന്ന നിലയിൽ ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങൾ നിരന്തരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭരണസമിതിയോടും ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ യാതൊരു കാരണം കൊണ്ടും ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികൾ കാണണമെന്നാണ് ഒരു മെമ്പർ എന്ന നിലയിലും ഇവിടുത്തെ നാട്ടുകാരെന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. പാലക്കാട് ജില്ലയിൽ അടുത്തിടെ ഉണ്ടായ തെരുവുനായ ആക്രമണങ്ങളിൽ നായകളിൽ പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് തങ്ങൾ കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ജനം, പാലക്കാട്.